ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് വെറുതെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലയും വാഴക്കയും വെച്ചിട്ടുള്ള ഒരു പുഴുക്കാണ്. നല്ല ടേസ്റ്റാണിത്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടൊക്കെ ഇത് തയ്യാറാക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3 പച്ചവാഴക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് നുറുക്കിയെടുക്കണം. തൊലി ഫുള്ള് കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് കടല ഞാൻ രാത്രി വെള്ളത്തിലിട്ടതാണ്. രാത്രി വെള്ളത്തിലിട്ട് രാവിലെ എടുത്തതാണ്. 4 മണിക്കൂർ വെള്ളത്തിലിട്ടാലും മതി. ഇനി ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ലപോലെ അരിഞ്ഞു പോകരുത്. ഇനി വാഴയ്ക്ക തൊലി കളഞ്ഞ് ഞാനിത് അരിഞ്ഞെടുത്തതാണിത്. ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടാൽ മതി. ഇതിൻ്റെ കറിയൊക്കെ പോയി കിട്ടാനാണ്. ഇത് കഴുകിയെടുത്തതാണ്. ഇതിനി ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. തൊലി മുഴുവൻ കളയേണ്ടത് ആവശ്യമില്ല. ആ മുകളിലൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. എല്ലാം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 1/4 ഭാഗം വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിൽ വേവിക്കുന്നതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ വേണം. നല്ല ഇളക്കി കൊടുത്ത് ഇതിനി നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി വെള്ളമൊക്കെ ഉണ്ടോയെന്നോ ചട്ടി അടി പിടിച്ചോന്നൊക്കെ നോക്കിയിരുന്നു കേട്ടോ. ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകണ്ട. ഇനി ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണിത്. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിലുള്ള വെള്ളം കൂടെ ചേർത്ത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം അതിലിരുന്നോട്ടെ. അതിൻ്റെയും എല്ലാ തേങ്ങേൻ്റെ അരപ്പും ഒക്കെ നല്ലവണ്ണം വറ്റി വരാനുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ 1 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാനാണ്. ഇതിൻ്റെ വറവിനാണ് കേട്ടോ ഈ പുഴുക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് നല്ലൊരു വറവ് തയ്യാറാക്കണം. ആ വറവിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നല്ലത്. പിന്നെ നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചാലും മതി കേട്ടോ. കൂടുതൽ ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ ചേർത്താൽ. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. അത് പൊട്ടി വരുമ്പോൾ 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ചല്ല ഇച്ചിരി കൂടുതൽ കറിവേപ്പില വേണം. കറിവേപ്പിലയാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക്, അതൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം വേണം ഇതിൽ മസാല ചേർക്കാനും, അല്ലെ മസാല കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. ഇതിൻ്റെ ആ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. അല്ലാതെ തന്നെ വെറുതെ നമുക്ക് ചായയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനി തീ ഓണാക്കിയതിന് ശേഷം ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ. ആ മസാലയൊക്കെ വാഴക്കയിലും കടലയിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണേ, എന്നാലേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അതായത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ഇട്ടാൽ മതിയേ. അത്രയ്ക്കും രുചിയാണ് ഇതിന് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.